വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമ്പിൾ സ്പേസ് ആൻഡ് ഇവൻറ്റ്സ്, അതിലുള്ള ഇമ്പോർട്ടൻ്റ് ടെർമിനോളജീസ് ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ എൻ എക്സ്പെരിമെൻറ്റ്, വാട്ട് ഈസ് മീൻ ബൈ എൻ ഔട്ട്കം, റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എനി പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ ഈസ് റെഫേർഡ് ടു ആസ് എൻ എക്സ്പെരിമെൻറ്റ് ആൻഡ് ദ റിസൾട്ട്സ് ഓഫ് ദ ഒബ്സർവേഷൻ ആർ കോൾഡ് ദി ഔട്ട്കംസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ഡൈ റോൾ ചെയ്യാണ് എങ്കിൽ അത്തരത്തിൽ നമ്മളവിടെ എന്താ ഒബ്സർവ് ചെയ്യുക? ഇപ്പോൾ ഒരു ഡൈ റോൾ ചെയ്യുകയാണെങ്കിൽ ഏത് നമ്പറാണ് വരുന്നത് എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അത് ഹെഡാണോ ടെയിലാണോ എന്നാവാം ചിലപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? അതൊരു എക്സ്പെരിമെൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ അത്തരം എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതാണ് ഔട്ട്കം. ഇപ്പോൾ ഹെഡ് ആണെങ്കിൽ അതാണ് നമ്മുടെ ഔട്ട്കം. ഓക്കെ, ഡെക്ക് ഓഫ് കാർഡ്സ് നമ്മൾ റാൻഡമായിട്ടൊരു കാർഡ് ഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ഏത് കാർഡാണ് നമുക്ക് കിട്ടിയത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ കാർഡിന് അതാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി an experiment is called a random experiment if its outcome cannot be predicted. അപ്പോൾ ഇവിടെ നമ്മുടെ ഡൈയുടെ കേസിൽ ഒരു അൺബയാസ്ഡ് ഡൈ ആണ് അല്ലെങ്കിൽ ഒരു അൺബയാസ്ഡ് കോയിൻ ആണ് എങ്കിൽ നമുക്ക് ഏതാണ് വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നേരെ മറിച്ച് ഒരു ബയാസ്ഡ് ആണെങ്കിൽ ഒരു പക്ഷേ എല്ലാ പ്രാവശ്യം നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്തും ഒരു പക്ഷേ വീഴുന്നത് ഹെഡിലായിരിക്കാം, അതല്ലെങ്കിൽ ടെയിലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അടുത്ത പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴും നമുക്ക് വീഴുന്നത് ഹെഡാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ഒരു അൺബയാസ്ഡ് കോയിൻ ആണ് എങ്കിൽ നമുക്കതൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത്തരം കേസസിൽ നമുക്കതെന്താണ്, അതൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് കനോട്ട് ബി പ്രെഡിക്റ്റഡ് ദെൻ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിലുള്ള ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ഡൈ റോൾ ചെയ്യുന്നത്, കോയിൻ ടോസ് ചെയ്യുന്നത്, ഡെക്ക് ഓഫ് കാർഡ്സ് നമ്മളൊരു കാർഡ് ഡ്രോ ചെയ്യുന്നത്, അതുപോലെ റാൻഡമായിട്ട് ഒരുപാട് മെസ്സേജസ് ഉണ്ട്. അതിൽ നിന്നും ഒരു റാൻഡമായിട്ടൊരു മെസ്സേജ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്, അതും ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. Okay, then sample space. The set of all possible outcomes of a random experiment is called the sample space or universal set, and we can represent it using capital letter S, and an element in S is called a sample point, and each outcome of a random experiment corresponds to a sample point. അപ്പോൾ ഇവിടെ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ നമുക്കറിയാം അവിടെ വരുന്ന ഔട്ട്കം എന്ന് പറയുന്നത് എന്താ, കോയിൻ്റെ കേസിൽ ഒന്നുകിൽ ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റീസിൻ്റെ ഒരു സെറ്റ് ഇപ്പോൾ സെറ്റ് ഹെഡ് ടെയിൽ, ഇതാണ് സെറ്റ് ഓൾ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഈ രണ്ടിലും വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് യൂസിങ് ദ ലെറ്റർ എസ്. ക്യാപിറ്റൽ എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഹെഡ് എച്ച് ആൻഡ് ടി. ഓക്കെ, അപ്പോൾ ഇതിലെ ഓരോ എലമെൻറ്റ്സും, അതായത് എച്ച് എന്ന് പറയുന്നതും ടി എന്ന് പറയുന്നത് എന്താണ്, അതൊക്കെ സാമ്പിൾ പോയിൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ സ്പേസിലെ എലമെൻറ്റ്സ് ആണ് ഈ എച്ചും ടിയും. ഓക്കെ, അപ്പോൾ ഈ ഓരോ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, സാമ്പിൾ പോയിൻ്റ് ആണ്. അപ്പോൾ ഈ സാമ്പിൾ പോയിൻ്റ് ഏതെങ്കിലും ഒന്നാവാം നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമുക്ക് രണ്ട് കോയിൻ ടോസ് ചെയ്യുന്നതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഹെഡും ടെയിൽ എന്ന് പറയുന്നത് പകരം നമ്മൾ ഹെഡ് ടെയിൽ ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് അവിടെ വരുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, then a sample space S is said to be discrete if it consists of a finite number of sample points or countably infinite sample points, and a set is called countable if its elements can be placed in a one-to-one correspondence with the positive integers, and the sample space S is said to be continuous if the sample points constitute a continuum. ഇപ്പോൾ ഇവിടെ സാമ്പിൾ സ്പേസിൻ്റെ കേസിൽ അവിടെ ഡിസ്ക്രീറ്റ് ആവാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആവാം. അപ്പോൾ ആ നമ്പേഴ്സ് അല്ലെങ്കിൽ ആ സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയാം. നേരെ മറിച്ചൊരു സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു കേസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഒരു കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ് എന്ന് നമുക്ക് പറയേണ്ടി വരും.
ഇനി ഇതിൽ തന്നെ നമുക്ക് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ഉണ്ട്, കൗണ്ടബിളി ഫൈനൈറ്റ് ഉണ്ട്. ഓക്കെ, ഇനി അൺകൗണ്ടബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പം ഇത്തരം കേസിൽ നമുക്ക് മൂന്നായിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു സെറ്റിനെ നമുക്ക് കൗണ്ടബിൾ ആണെന്ന് പറയുമ്പോൾ അതിലെ എലമെൻറ്റ്സ് 1-to-1 കറസ്പോണ്ടൻസ് ആയിരിക്കും വിത്ത് ദി പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സെറ്റിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിൽ നിന്ന് കറസ്പോണ്ടൻസ് ആയിട്ട് നമുക്ക് മറ്റൊരു സെറ്റിലെ എലമെൻറ്റ്സ് 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻജെക്ഷൻ എന്ന് പറയുന്നത്, ഇൻജെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് കറസ്പോണ്ടൻസ് ആയിട്ട് നമുക്ക് വേറൊരു സെറ്റിലെ എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് 1-to-1 കറസ്പോണ്ടൻസ് എന്ന് പറയാം. അപ്പോൾ അത്തരം സെറ്റ് എന്താണ്, കൗണ്ടബിൾ ആണ്. ഓക്കെ, അതായത് പോസിറ്റീവ് ഇൻഡിജേഴ്സ്, നമുക്കിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോന്ന് കറസ്പോണ്ടൻസ് ആയിട്ട് നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിലെ സെറ്റിലും ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട് എങ്കിൽ അത്തരം സെറ്റ് എന്താണ്, അത് കൗണ്ടബിൾ ആണ്. ഓക്കെ, ഇനി കൗണ്ടബിളിൽ തന്നെ കൗണ്ടബിളി ഫൈനൈറ്റും ഉണ്ട്, കൗണ്ടബിളി ഇൻഫൈനൈറ്റും ഉണ്ട്. എന്താണ് കൗണ്ടബിളി ഫൈനൈറ്റും കൗണ്ടബിളി ഇൻഫൈനൈറ്റും? അതായത് ഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഡൈ റോൾ ചെയ്യാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1 to 6 വരെയുള്ള നമ്പേഴ്സാണ്. അത് ഫൈനൈറ്റ് നമ്പറാണ് അല്ലേ, നമുക്ക് ആ നമ്പർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അപ്പം അതിന് കൗണ്ടബിളി ഫൈനൈറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് നമുക്കൊരു സെറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ്, ഓക്കെ, അത് 1-to-1 കറസ്പോണ്ടൻസ് ആണ്, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുന്ന കേസാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഈ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആവുമ്പോൾ അവിടെ ബൈജക്റ്റീവ് ഫംഗ്ഷനാണ് മെയിനായിട്ട് പറയാം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 1-to-1 കറസ്പോണ്ടൻസ് തിരിച്ചങ്ങോട്ടും പറയാൻ വേണ്ടി പറ്റും. അതായത് കോഡൊമൈൻ ഈസ് ഈക്വൽ ടു റേഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, ഇവിടെ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിലെ എല്ലാ എലമെൻറ്റ്സിനും ഇവിടെ ഒരു ഇമേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കേസ് നമുക്ക് 1-to-1 എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു സെറ്റിൽ പക്ഷേ അതിനേക്കാളും എലമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ഇമേജസ് ഏതാണ്, അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇമേജസ് എന്ന് പറയുന്നത് റേഞ്ചാണ്, പക്ഷെ അതിൽ ആ റേഞ്ചസ് ഒഴികെ വേറെയും ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. നേരെ മറിച്ച് ഒരു ബൈജക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റ്സിന് ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. അത്തരം കേസസ് ആണ് ബൈജക്ഷൻ. അതായത് 1-to-1 ആണ്, അതുപോലെ 1-to ആണ്. അത്തരം കേസസ് വരുമ്പോൾ അത് നമുക്ക് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ എക്സാമ്പിൾ, ഫൈൻഡ് ദി സാമ്പിൾ സ്പേസ് ഫോർ ദ എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ കോയിൻ. ഓപ്ഷൻ എ once and option B twice. In this case we have two experiments. First one എന്താണ്, അതിൽ there are two possible outcomes, right? Head or tail. Thus the sample space S is equal to set H and T. Here H means head and T means tail. Then the second case we have four outcomes that are HH, HT, TH and TT. This is the pair of head and tail, right? Because ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസിൽ എന്താ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഒരു പ്രാവശ്യം മാത്രമാണ് കോയിൻ ടോസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഹെഡ് ഓർ ടെയിൽ എന്നുള്ള കേസ് മാത്രമാണ് വരുന്നത്. നേരെ മറിച്ച് ഇത് സെക്കൻഡ് കേസ് വി ആർ trying to find a combination HH, HT, TH and TT. Okay, so these are the four possible outcomes of this experiment. അല്ലേ, ഇവിടെ 4 പോസിബിൾ ഔട്ട്കംസ് വരുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ കോയിൻ 2 times നമ്മൾ ടോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് the sample space for the experiment of tossing a coin repeatedly and of counting the number of tosses required until the first head appears. അതായത് ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്, എപ്പോഴാണ് ഫസ്റ്റ് ഹെഡ് അപ്പിയർ ചെയ്യുന്നത് അതുവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു, കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് വരുന്നത് ഒരു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. All possible outcomes for this experiment are the terms of sequence 1, 2, 3 etc. അതായത് നമുക്ക് ഫസ്റ്റ് ടൈം കോയിൻ ടോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് ഹെഡ് കിട്ടുന്നുണ്ട്. അതൊരു പോസിബിലിറ്റിയാണ്.
സെക്കൻഡ് പോസിബിലിറ്റി എന്താ, നമ്മൾ സെക്കൻഡ് ടൈം ആണ് നമ്മുടെ ഹെഡ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ആ നമ്പറാണ് നമ്മൾ കൗണ്ടിങ് കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 2 3. ഓക്കെ, 1 സെക്കൻഡ് ടൈം ആണ് വരുന്നത് എങ്കിൽ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എന്താ, 2 ആണ്. തേർഡ് ടൈം ആണെങ്കിൽ 3 ആണ്. കാരണം ആദ്യം നമുക്ക് ടെയിലാണ് കിട്ടിയത്, സോറി ഹെഡിനെയാണ് നോക്കിയിരിക്കുന്നത്, അപ്പോൾ ഹെഡാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് ആണ്. ഇനി വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ടെയിൽ കിട്ടി പിന്നെ ഹെഡ് കിട്ടി, അപ്പോൾ അതിൻ്റെ കൗണ്ടിങ് നമ്പറാണ് നോക്കുന്നത്. അപ്പോൾ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ, 2 ആണ്. ഇനി തേർഡ് കേസ്, ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം നമ്മൾ ടെയിലാണ് കിട്ടിയത്, തേർഡ് ടൈം ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഹെഡ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് events. Since we have identified a sample space S as a set of all possible outcomes of a random experiment, and if C is an element of S or belongs to S, then we write C is an element of S. And if S is not an element of S, then we write here this is C. Okay, C. C is not an element of S, then we write C is not an element of S. A set A is called a subset of B, denoted by A is a subset of B. അപ്പോൾ ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. അതിൽ നമുക്ക് നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതാണ് ഒരു ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടേണ്ടത് ഹെഡാണ് എങ്കിൽ ആ ഹെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവൻ്റ്. ഓക്കെ, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്നത് ആ ഒരു സെറ്റിലെ എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് എസ് ഓർ സി ബിലോങ്സ് ടു എസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ആ സി എന്ന് പറയുന്നത് എലമെൻ്റ് അല്ല എങ്കിൽ എന്താ, സി ഈസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് എസ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു എസ്. മറ്റൊന്ന്, ഒരു സെറ്റ് എ എന്ന് പറയുന്നത് പി എന്ന സെറ്റിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നുള്ളതാണ്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി ഇവിടെ നമുക്ക് പറഞ്ഞിട്ട ഒരു കാര്യം കൂടിയുണ്ട്, നമ്മളിവിടെ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് any particular experiment can often have many different sample spaces depending on the observation of interest. അതായത് നമ്മുടെ ഈ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പോസിബിൾ ഔട്ട്കത്തിന് ഓൾ പോസിബിൾ സെറ്റാണ് സാമ്പിൾ സ്പേസ് അല്ലേ. അപ്പം ഈ ഒരു കേസിൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതിന് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പറഞ്ഞു ഹെഡ് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നോർമൽ കേസിൽ ഒരു ലേമൻ നോക്കുന്ന ഒരു ഒബ്സർവ് ചെയ്യുന്ന കേസ് അത് ഹെഡാണോ ടെയിലാണോ എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് അത് എത്ര പ്രാവശ്യം എയറിൽ ടംബിൾ ചെയ്യുന്നു എന്നുള്ളതാണെങ്കിൽ അതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ഒബ്സർവേഷൻ. അപ്പോൾ അവിടെ വരുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഹെഡ് ഓർ ടെയിൽ ആയിരിക്കുമോ? അല്ല, അത് എത്ര പ്രാവശ്യം ടംബിൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ നമ്പർ 1 2 3 എന്നുള്ള നമ്പറാണ് അവിടെ വരുന്ന സാമ്പിൾ സ്പേസ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കുന്നു നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്തുള്ള മറ്റ് വെലോസിറ്റി എന്താവുന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ വരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ കാര്യങ്ങളായിരിക്കാം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ് വരുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ്റെ കേസ് പറഞ്ഞു, അപ്പോൾ അവിടെ എത്താൻ എടുത്ത ടൈം, ഓരോ പ്രാവശ്യം നമ്മൾ എത്താൻ എടുക്കുന്ന ടൈമാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നതെങ്കിലോ നമ്മുടെ സാമ്പിൾ സ്പേസ് അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ സാമ്പിൾ സ്പേസും സെറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇവൻറ്റ്സ് കഴിഞ്ഞു. ഇനി ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ എൻ എലമെൻറ്റ് ഓഫ് ബി, then we can say A is a subset of B. Then any subset of a sample space S is called an event. അപ്പോൾ എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിലെ ഏതൊരു സബ്സെറ്റിനെ നമുക്ക് എന്ത് പറയാം, അതൊരു ഇവൻ്റ് ആയിട്ട് നമുക്ക് പറയാം. കാരണം അത് നമ്മൾ എടുക്കുന്ന ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ആ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തെടുക്കുന്ന ഏതൊരു സബ്സെറ്റ് എന്ത് തന്നെയാണ്, അതൊരു ഇവൻ്റ് ആണ്. അതുപോലെ എ സാമ്പിൾ പോയിന്റ് ഓഫ് എസ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് എൻ എലമെൻ്ററി ഇവൻറ്റ്. അപ്പോൾ എ സാമ്പിൾ പോയിന്റ് ഓഫ് എസ് ദാറ്റ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ്
വാട്ട് ഇറ്റ് ഈസ് എൻ എലമെൻ്ററി ഇവൻറ്റ്. അതായത് ആ ഒരു ഇവൻറ്റിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതാണ് എലമെൻ്ററി ഇവൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സാമ്പിൾ സ്പേസിൽ ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ ഈ സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇവൻറ്റിൻ്റെ എലമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ എ സാമ്പിൾ പോയിന്റ് ഓഫ് എസ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് എൻ elementary event and a sample space S is the subset of itself. അപ്പോൾ ഏതൊരു സാമ്പിൾ സ്പേസും അതേ സെറ്റിൻ്റെ തന്നെ സബ്സെറ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Then since S is a set of all possible outcomes, it is often called the certain event. അപ്പോൾ എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. ആ സാമ്പിൾ സ്പേസ് അതിൻ്റെ തന്നെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ certain event എന്ന് നമുക്ക് പറയാം. Then let A be the event that the number of tosses required until the first head appears is even, and let B be the event that the number of tosses required until the first head appears is odd, and let C be the event that the number of tosses required until the first head appears is less than 5. ഇപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്കൊരു സാമ്പിൾ സ്പേസ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവൻറ്റ്സിനനുസരിച്ച് നമുക്ക് അവിടെ ഒരു സബ്സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഹെഡ് അപ്പിയർ ചെയ്യുന്നത് അത് ഈവൻ നമ്പറിൽ വരുന്ന കേസസ് ആണ്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ടോസസ് ആണ്. നമ്പർ ഓഫ് ടോസസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്പേഴ്സാണ് നമുക്കവിടെ സാമ്പിൾ സ്പേസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 2, 4, 6 ഇതാണ് നമ്മുടെ ഈവൻ നമ്പേഴ്സിൽ വരുന്ന കേസസ്. ഓക്കെ, ഈവൻ നമ്പേഴ്സിൽ ഹെഡ് അപ്പിയർ വരുന്ന ആ ഒരു കോമ്പിനേഷനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതാണ് സെറ്റ് എ എന്ന് പറയുന്ന ഇവൻറ്റ്. ഇനി ബി എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ്? അത് ഓഡ് നമ്പറിൽ ഹെഡ് അപ്പിയർ ചെയ്യുന്ന കേസാണ്. ഓഡ് നമ്പറിൽ ഹെഡ് അപ്പിയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഫസ്റ്റ് വരുന്ന സമയത്തായിരിക്കാം ഹെഡ് അപ്പിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ തേർഡ് ടൈം. അപ്പോൾ 1, 3, 5 ഈ ഒരു രീതിയിലായിരിക്കും. ഇതായിരിക്കുമല്ലോ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 3, 5 blah blah blah. Okay, then C be the event that the number of tosses required until the first head appears is less than 5. അപ്പോൾ 5 താഴെ അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം വരാം, സെക്കൻഡ് ടൈം വരാം, തേർഡ് ടൈം വരാം, ഫോർത്ത് ടൈം വരാം. അപ്പോൾ 5 താഴെ ഹെഡ് അപ്പിയർ ചെയ്യുന്ന നമ്പേഴ്സ് അതിൻ്റെ ഒരു സെറ്റാണ് നമ്മളിവിടെ ഇവൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് എങ്കിൽ അത് നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എയും ബിയും എന്ന് പറയുന്നത് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. നേരെ മറിച്ച് സി എന്ന് പറയുന്നത് കൗണ്ടബിളി ഫൈനൈറ്റ് ആണ്. കാരണം അതിൽ വരുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ഷോംസ് outline of probability random variables. Okay, thank you.